നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് തിരുമല പെരുകാവ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 30 മീറ്റർ മാത്രം മാറി ചൂടോടെ വിറ്റുപോകാൻ ചാൻസ് ഉള്ള പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കിടിലം വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ട് സ്കൂള്, പഞ്ചായത്ത് ഓഫീസ്, പോസ്റ്റ് ഓഫീസ്, ഇതിൽ കൂടെ എന്ത് വേണം? 4.25 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 3 BHK കൂടിയ പ്രോപ്പർട്ടിയാണിത്. ഈ പ്രോപ്പർട്ടിയിൽ നമുക്ക് നമ്മുടെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയിൽ നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടിയിൽ വാട്ടർ സോഴ്സ് ആയിട്ട് നമുക്ക് പൈപ്പും കിണറും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ EV വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പവർ പ്ലഗ് ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഗാർഡൻ ഏരിയ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന് ചെറിയ രീതിയിലുള്ള ഒരു സിറ്റ് ഔട്ട് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വീടിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. ഈ വീടിന്റെ സിറ്റ് ഔട്ടിൽ തന്നെ നമുക്ക് അത്യാവശ്യം സോഫയൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വലിയ ഡോർ തന്നെയാണ് ഇവർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഈ വീടിനകത്തേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു ഹാൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഹാളിന്റെ മുകളിലായിട്ട് സീലിംഗിലായിട്ട് നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാളിൽ തന്നെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് 2 ജനാലകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഹാളിന്റെ ഈ സൈഡിലായിട്ട് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV യൂണിറ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ TV യൂണിറ്റിന്റെ ഒരു സൈഡിൽ പാനലിംഗ് വർക്കും അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ടെസ്റ്റ് വർക്കും നമുക്ക് കാണാൻ പറ്റും. ഈ TV യൂണിറ്റിന്റെ സൈഡിലേക്കായിട്ട് നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് ഈ ഹാളിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയനെ നമുക്ക് കാണാൻ പറ്റും. ഈ ഡൈനിങ് ഏരിയയുടെ മുകളിലായിട്ട് നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ജനാല തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കിച്ചൺ ബേസ് വരികയാണെന്നുണ്ടെങ്കിൽ നൂതന മോഡലിലുള്ള ഒരു ഓപ്പൺ മോഡുലാർ കിച്ചൺ ആണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കിച്ചണിൽ തന്നെ ഒരു ഡാർക്ക് ഗ്രേ ഷെയ്ഡിലും ഒരു ക്രീം ഷെയ്ഡിലുള്ള കബോർഡ് വർക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാം നൂതന മോഡലുള്ള കബോർഡ് വർക്കുകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ കിച്ചന്റെ ഈ സൈഡിലായിട്ട് ഈ കബോർഡ് വർക്കിന്റെ ഇവിടെ ആയിട്ട് നമ്മുടെ ഫ്രിഡ്ജ് കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൽ തന്നെ നല്ല രീതിയിലുള്ള പ്ലംബിംഗ് വർക്കുകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നൂതന മോഡലുള്ള പ്ലംബിംഗ് വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ ചിമ്മിനി കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചിമ്മിനി കണക്ട് ചെയ്യുന്നതിനുള്ള ഒരു സ്പേസ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ചെറിയൊരു ജനാല ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പുറത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഈ വർക്ക് ഏരിയയിൽ നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകൾ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ചെറിയ രീതിയിലുള്ള ഒരു സ്പേസ് നമുക്ക് വേണ്ടി ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമില് ചെറിയൊരു ഡ്രസ് യൂണിറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡ്രസ് യൂണിറ്റിന്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഒരു വാൾഡ്രോപ്പും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു വാൾഡ്രോപ്പ് തന്നെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ സൈഡിലാണ് അത്യാവശ്യം സ്പേസസും അത്യാവശ്യം നല്ല പ്ലംബിംഗ് വർക്കോടും കൂടിയ നല്ലൊരു ബാത്റൂം നമുക്ക് കാണാൻ പറ്റും. ഈ വീടിന്റെ ഹാൻഡ് റെയിൽ, സ്റ്റെയറിലുള്ള ഹാൻഡ് റെയിൽ വരുന്നത് നമുക്ക് ഗ്ലാസിലും സ്റ്റീലിലും പണി കഴിപ്പിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഹാള് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം സ്പേസസ് ആയിട്ടുള്ള ഒരു ഹാൾ നമുക്ക് കാണാൻ പറ്റും. ഹാളിന്റെ മുകളിലായിട്ട് നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ഇവരിവിടെ
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഹാളിന്റെ ഈ സൈഡിലുള്ള ഡോർ തുറന്ന് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബാൽക്കണിയിൽ നമുക്ക് അത്യാവശ്യം തുണികളൊക്കെ ഉണക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരുടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ബാൽക്കണിയുടെ ഈ സൈഡിലായിട്ട് നമ്മളെ വാഷിംഗ് മെഷീൻ കണക്ട് ചെയ്യുന്നതിനുള്ള പവർ പ്ലഗും പൈപ്പ് ലൈനും അതിന് വേസ്റ്റ് വാട്ടർ പോകുന്നതിനുള്ള കണക്ഷനും ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വീടിന്റെ എല്ലാ ഡോറുകളും തന്നെ പോളിഷ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള വാർഡ്രോപ്പ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ വയ്ക്കുന്നതിന് വേണ്ടി നല്ല രീതിയിലുള്ള വാർഡ്രോപ്പ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വാർഡ്രോപ്പിന്റെ ഈ സൈഡിലായിട്ട് ചെറിയൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം തന്നെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാത്റൂമിൽ നൂതന മോഡലുള്ള പ്ലംബിംഗ് വർക്കുകളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ബെഡ്റൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബെഡ്റൂമിന്റെ ഈ സൈഡിൽ ചെറിയ രീതിയിലുള്ള ഒരു ബാൽക്കണി, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഇവരിവിടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൽ നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്നതിന് നല്ല രീതിയിലുള്ള വാൾഡ്രോപ്പ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാൾഡ്രോപ്പിന്റെ സൈഡിലായിട്ട് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഡ്രസ് യൂണിറ്റ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പുറത്തോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്ലംബിംഗ് വർക്കൊക്കെ ഉള്ള ഒരു ബാത്റൂം നമുക്ക് വേണ്ടി ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ വീടിന്റെ ടെറസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വാട്ടർ പ്രൂഫിങ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീടിന് വാട്ടർ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് 1000 ലിറ്ററിന്റെ ഒരു വാട്ടർ ടാങ്കാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. പോയിട്ട് രണ്ടാമത്തെ ഒരു വാട്ടർ ടാങ്ക് വയ്ക്കാനുള്ള ഒരു സ്പേസ് ഇവരുടെ കൊടുക്കുന്നുണ്ട്. കോർപ്പറേഷൻ പരിധിയുടെ തൊട്ടടുത്തുള്ള ഇത്രയും നല്ലൊരു ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയും മനോഹരമായ ഒരു വീടിന് ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 80 ലക്ഷം രൂപ മാത്രമാണ്. ഈ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക.